നിങ്ങളുടെ മക്കൾക്ക് ഗിഫ്റ്റുകൾ കൊടുക്കാറുണ്ടോ? പിന്നെ ഞങ്ങൾ കൊടുക്കാറുണ്ട്. എന്നാലേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വിലമതിക്കാനാകാത്തൊരു സമ്മാനമുണ്ട്. എന്താണെന്നറിയോ? അത് അറിയാൻ പാടില്ലേ? ഫിസ്മക്കറിയോ? ഇല്ല. എന്താണെന്ന് വെച്ചാൽ പാരൻസായ നമ്മളുണ്ടല്ലോ, മാതാപിതാക്കളുടെ സ്നേഹം മക്കൾ കാണുക എന്നുള്ളതാണ് അവർക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഗിഫ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രണയം, നമ്മുടെ സ്നേഹം കുറച്ചൊക്കെ അവർ കാണട്ടെ എന്നേ. ചില ആളുകളുണ്ട്, ഏതേ പുള്ളവന് അങ്ങനെയല്ല. നിങ്ങളുടെ കൊച്ചു സ്നേഹത്തോടെയുള്ള തലോടലുകൾ, നിങ്ങൾ പ്രിയപ്പെട്ടവരുടെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോൾ അവളിങ്ങനെ നിങ്ങളുടെ തലമുടിയിലൂടെ തഴുകിത്തരുന്നത് മക്കൾ കാണട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മനോഹരമായൊരു ഒരു വഴിയുണ്ട്. നിങ്ങൾ എല്ലാ ദിവസവും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കണം. എന്ത് ചെയ്യണം മിസ്മോളെ? ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? അബ്ബ ഇങ്ങനെ ഒരു പിടി ഭക്ഷണം എടുത്തിട്ട് ആരുടെ വായിൽ വെച്ചെടുക്കണം? ഉമ്മിയുടെ വായിൽ വെച്ചെടുക്കണം. അത് നമുക്ക് ഇഷ്ടമാണോ? മാഷാ അല്ലാഹ്. ഇതാണ്, ഈ സംഗതിയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അതായത് അവരുടെ മുമ്പിൽ അവരുടെ ബാപ്പിയും ഉമ്മിയും പ്രണയിക്കട്ടെ, അവർ സ്നേഹം കണ്ടു വളരട്ടെ, അവർ മറ്റൊരു ഹറാമായ ഒന്നിലേക്ക് അവർ തേടിപ്പോകൂല. യഥാർത്ഥ സ്നേഹം എന്താണെന്ന് ബോധ്യപ്പെട്ട് വളരുന്ന കുഞ്ഞ് ആ യഥാർത്ഥ സ്നേഹത്തിനായി കാത്തിരിക്കും, ഹറാമായ ഒന്നിലേക്ക് പോവില്ല. അങ്ങനെയല്ലേ വിസ്മോളെ? പോവും അങ്ങനെ? എന്താടോ ഒരു ഉറപ്പില്ലാത്ത? പിന്നെ 7 വയസ്സായ കുഞ്ഞിനോട് ഇതൊക്കെ ചോദിച്ചിട്ട് എന്ത് മനസ്സിലാവാനാണ്? ഏതായാലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഗിഫ്റ്റ് അത് തന്നെയാണ്. മാതാപിതാക്കളുടെ സ്നേഹം കുഞ്ഞുങ്ങൾ കണ്ടു വളരട്ടെ. നമ്മുടെ കുഞ്ഞിനോട് നീ കണ്ട ഏറ്റവും നല്ല ലവ് സ്റ്റോറി ഏതാന്ന് ചോദിച്ചാൽ അവൻ ടൈറ്റാനിക് എന്ന് പറയരുത്. അതെൻ്റെ വാപ്പിയുടെയും ഉമ്മയുടെയും അല്ലെങ്കിൽ വാപ്പിയുടെയും ഉമ്മിയുടെയും ലവ് സ്റ്റോറിയാന്ന് പറയണം. അല്ലേ വിസ്മൾ? അങ്ങനല്ലേ? അങ്ങനെ പറയോ? എന്താ ആളുകൾ എന്തിനാണ് പറയോ? അപ്പം അങ്ങനെ ആകണം കേട്ടോ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ.